മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്റ്റാൻഡേർഡ് 6 6ാം ക്ലാസ്സിൻ്റെ 4th ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്ററിലെ 4ാമത്തെ ഭാഗം പാർട്ട് 4 ആണ് ഇന്ന് എടുക്കുന്നത്. 4ാമത്തെ ചാപ്റ്ററിൻ്റെ 4ാമത്തെ ഭാഗം. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഈ ചാപ്റ്ററിലെ 3 ഭാഗങ്ങൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ കാണുന്നത് ഇതിലെ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ കുട്ടികളെ സഹായിക്കും. അതുകൊണ്ട് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. ഈ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത്. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത്. സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ തൊട്ട് മുമ്പിലുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 ഭിന്നസംഖ്യകൾ, ഇപ്പോൾ 1/2 പ്ലസ് 3/4 ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ 1/3യും 2/3യും ആഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഒരേ മാതിരിയുള്ള ഡിനോമിനേറ്റർ ഛേദം വരുന്ന സമയത്ത് കൂട്ടുന്ന പഠിച്ചു. വ്യത്യസ്തമായിട്ടുള്ള ഛേദങ്ങൾ കൂട്ടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 3/4 മൈനസ് 1/2 ഇങ്ങനെ വന്ന ഒന്നിന്ന് മറ്റൊന്ന് കുറക്കുന്നത് എന്താണ്, അപ്പോഴുള്ള പ്രത്യേകതകൾ എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, 1/3യുടെ കൂടെ 2/3 ആഡ് ചെയ്യുമ്പം 1 കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ താഴെ ഒരേപോലെ വരിക. 3ൽ 1 ഭാഗവും 3ൽ 2 ഭാഗവും കൂട്ടിയാൽ 1 കിട്ടും. 1/3 പ്ലസ് 2/3 ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി ഈക്വൽ ടു 1 വരുന്ന ഫ്രാക്ഷനിന്റെ ഭിന്നങ്ങളുടെ പ്രത്യേകതയും നമ്മൾ കഴിഞ്ഞ 3 വീഡിയോകളിലായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് പഠിക്കുന്നത് 2 ഭിന്നസംഖ്യകൾ തന്നാല്, 2 ഫ്രാക്ഷൻസ് നമ്മൾക്ക് തന്നാല്, വിച്ച് ഈസ് ഗ്രേറ്റർ, വിച്ച് ഈസ് ലാർജ് വൺ, വിച്ച് ഈസ് സ്മോൾ വൺ എന്ന്, ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് കണ്ടുപിടിക്കലാണ്. കൂട്ടലോ കുറക്കലോ അല്ല, മറിച്ച് 2 എണ്ണം നമ്മൾക്ക് തന്നാല് ഏതാണ് വലുത് ഏതാണ് ചെറുത്. നോക്കൂ, ഇപ്പൊ 1/2 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ നിങ്ങൾക്ക് തരികയാണ്. 1/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ, ഒരു ഭിന്നം നിങ്ങൾക്ക് തരികയാണ്. ഇതിൽ ഏതാണ് വലുത് എന്നുള്ളതാണ്. മിക്ക കുട്ടികളും പെട്ടെന്ന് തെറ്റിച്ച് കളയുക, 1/3 ആണ് വലുത് എന്ന് പറയും കുട്ടികൾ. കാരണം അത് 3 ഇവിടെ വലുത് എന്ന് കണ്ടതുകൊണ്ട് തെറ്റാണത്. അപ്പോൾ 2 ഭിന്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, 2 ഫ്രാക്ഷൻ നമ്മൾ കണ്ടാല് എങ്ങനെയാണ് അതിൽ വലുത്, ലാർജ് വൺ ഏതാണ് സ്മോൾ വൺ ഏതാണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞ കുട്ടികളെ, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ. ഏതോ ഒന്ന് 2 ഈക്വൽ പാർട്ടാക്കി, തുല്യ ഭാഗാക്കി, അതിൽ ഒന്നിനെയാണ് നമ്മൾ എന്താ പറയാ 1/2 അല്ലെങ്കിൽ 2ൽ 1 എന്ന് പറയാം. അപ്പൊ നമ്മളിപ്പം ഈ ഒരു റൗണ്ട് ഉണ്ട്, ആ റൗണ്ടിനെ മുറിച്ചിട്ട് 2 കഷണങ്ങളാക്കി മാറ്റിയാല്, തുല്യമായിട്ടുള്ള 2 ഭാഗങ്ങളാക്കി മാറ്റിയാല് അതിൽ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാ 1/2 എന്ന് പറയാ. അപ്പൊ 1/3 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഏതോ ഒന്നിനെ 3 ഈക്വൽ ഭാഗങ്ങളാക്കി മാറ്റുക. റൗണ്ട് തന്നെ വേണമെന്നില്ല, എന്ത് മതി, ഇങ്ങനെയുള്ള ഒരു ചോക്ലേറ്റ്, ഈ ചോക്ലേറ്റിനെ ഈക്വൽ ആയിട്ട് 2 കഷ്ണങ്ങളാക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ പറയും 1/2. ഇതുപോലെ റൗണ്ടിനെ പോലെ ഇത് നമ്മൾ പറയും 1/2. ഓക്കെ, റൗണ്ട് തന്നെ വേണമെന്നില്ല കേട്ടോ, ഈ രൂപത്തിലും നമുക്ക് വരാം. ഇനി 1/3 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് ഉണ്ടാവുക? ഇതുപോലുള്ള ഒരു ചോക്ലേറ്റ് നമുക്ക് കിട്ടുക. ആ ചോക്ലേറ്റിനെ നമ്മൾ എത്ര കഷ്ണാക്കുക? ഒരേപോലെയുള്ള 3 കഷ്ണാക്കുക. ഒരേ വലിപ്പത്തിലുള്ള 3 കഷ്ണ പീസുകളാക്കി കഴിഞ്ഞാല് അതിലത്തെ ഒരു പീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് 1/3 എന്ന്, അല്ലെങ്കിൽ 3ൽ 1 എന്ന് പറയുന്നത്. ഈ 3 എന്ന് പറയുന്നത് നമ്മളുടെ തന്നിരിക്കുന്നതിനെ എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട് എന്നും അതിൽ എത്ര എണ്ണമാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് മുകളിലാണ് കൊടുത്തിട്ടുണ്ടാവുക. മുകളിലത്തെ നമ്പർ, 2 നമ്പർ അതിനാണ്. താഴത്തത് പീസുകളുടെ എണ്ണം, മുകളിലെത്തത് അതിൽ എത്ര എണ്ണമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, നമ്മൾ പറയുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ 1/3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പം ഇങ്ങനെ വരും. ഇനി 1/2 എന്തായിരിക്കും വരിക നോക്കിയാൽ, 1/2 എന്ന് പറഞ്ഞാൽ അതേ വലിപ്പമുള്ള സംഭവനത്തിന് തന്നെ, അതേ വലിപ്പത്തിലുള്ള സാധനം, ഇതിന്റെ അതേ വലിപ്പമുള്ള ചോക്ലേറ്റിനെ 2 കഷണത്തിലാക്കിയിട്ട് അതിൽ ഒരു കഷണത്തിനെയാണ് നമ്മൾ എന്ത് പറയാ 1/2 എന്ന് പറയാ. നോക്കൂ, ഈ 2 ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ
കുട്ടികൾക്ക് മനസ്സിലാവും ഏതാണ് വലുത്. 1/2 ആണോ വലുത്, 1/3 ആണോ വലുത്. നോക്കൂ, ഒരു ദിവസം അച്ഛൻ നിങ്ങൾക്ക് വീട്ടിലേക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ട് അതിൽ നേരെ 2 കഷ്ണാക്കിയിട്ട് 1 കഷ്ണം തന്നു. അപ്പൊ നിങ്ങൾക്ക് കിട്ടി. അടുത്ത ദിവസം അച്ഛൻ അതേപോലെയുള്ള ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ട് 3 കഷ്ണാക്കിയിട്ട് അതിൽ 1 നിങ്ങൾക്ക് തന്നു. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഏത് ദിവസമായിരിക്കും കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുക? നോക്കിയാൽ ഈ ആദ്യത്തെ ദിവസം ഇത്ര പോലെ വലിപ്പൂല കിട്ടി, രണ്ടാമത്തെ ദിവസം കുറവല്ലേ? അപ്പൊ ഇതാണ് ഇതിലത്തെ വലുത്, ഇത് ചെറുതാണ്. അപ്പൊ രണ്ടും ചിത്രം നോക്കി കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തില് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ കുട്ടികളെ, ഇത് നോക്കൂ, ഇത് 1/2 ആണ്. ഇതോ 3 കഷ്ണാക്കിയരം 1 കഷ്ണാണ്. അപ്പൊ ഇതെത്രയാണ് വരിക? ഈ കഷ്ണം വരിക 1/3 ആണ്. ഈ കഷ്ണം 1/3, 3-ൽ 1 ഭാഗം. ഏതാണ് വലുത് നോക്കിയാൽ ഈ 1/2 അല്ലേ വലുത്. ഇത് ഒരു ദോശ, 2 കഷ്ണത്തിൽ 1 കഷ്ണം, ഒരു ദോശ 3 കഷ്ണത്തിൽ 1 കഷ്ണാണ് അവിടെ കിട്ടിയത്, രണ്ടാമത്തെ ദിവസം കിട്ടിയത്. അപ്പോ ഏതാണ് വലുത്? ഇതാണ് വലുത്. ഇനി ഇത് നോക്ക്, ഇത് എത്ര കഷ്ണായി? ദോശയെ 4 പീസാക്കി, അതിലത്തെ 1 പീസാണ് ഇത് വരുന്നത്. അപ്പോ ഇതെന്താണ് വരുന്നത്? ഇത് 1/4. ഓക്കെ, 4-ൽ 1 ഭാഗമാണ് അവിടെ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് വരുന്നത് 1/4 ആണ്. ഇത് വരുന്നത് 1/3 ആണ്. ഇത് വരുന്നത് 1/2 ആണ്. അപ്പൊ ഏറ്റവും വലുത് ഏതാണ് വരിക? ഞാൻ ഇങ്ങനെ എഴുതാം, 1/2, 1/3, 1/4. ഇതിൽ ഏറ്റവും വലുത് ഏതാണ് വരിക? ഇതാണ് ഏറ്റവും വലുത്. കണ്ടില്ല, ഏറ്റവും വലിയ കഷ്ണം. ഇതേതാണ്? ഏറ്റവും ചെറിയ കഷ്ണാണ്. ഇനി നമ്മൾ അറിയുന്നത് 2 പീസുകൾ തന്നിട്ട്, ശ്രദ്ധിക്കണം, 2 കഷ്ണങ്ങൾ തന്നിട്ട് ഇപ്പൊ 1/2ഉം 1/3യും തന്നാല് അതില് ഏത് വലുത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പൊ ഉത്തരം കിട്ടി, 1/2 ആണ് വലുത്. ഇത് 3 കഷ്ണാക്കിനി, അതുകൊണ്ടാണ് ഇത് ചെറുതായിട്ട് വന്നത്. അപ്പൊ വലുത് ഏത്, ചെറുതേത് എന്നുള്ളത്, ഗ്രേറ്റർ ഏതാണ്, അതേപോലെ ലെസ് ആയിട്ട് സ്മോളർ ഏതാണ് എന്ന് പറയുന്നതിനാ, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നതിനാ നമ്മൾക്കൊരു അടയാളം നമ്മൾ ഉപയോഗിക്കും. ആ അടയാളം ഇതാണ്, ഒന്ന് ഇങ്ങനെ, മറ്റേത് ഇങ്ങനെ. ഇതിന്റെ അർത്ഥം ലെസ് ദാൻ. ലെസ് ദാൻ എന്നാ എന്താ അർത്ഥം? ഇതിന്റെ അർത്ഥം എന്താണ്? ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറവ്, കുറവ്, ചെറുത്, ചെറുത്. ഇനി ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? വലുതാണ്, വലുതാണ്, വലുതാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഗ്രേറ്റർ. അപ്പൊ ആ 2 വാക്ക്, ഗ്രേറ്റർ, ലെസ് കേട്ടാ. ഗ്രേറ്റർ ദാൻ എന്ന് പറയും. രണ്ടെണ്ണ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ എന്ന് പറയും. മറ്റേ മലയാളത്തില് വലുതാണ്, ചെറുതാണ്, അല്ലെങ്കിൽ ചെറുതാണ്, വലുതാണ്. ഓക്കെ, ചെറുതാണ്, ഇത് പറയാ ചെറുതാണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഞാനൊരു കാര്യം പറയാം. നോക്കൂ കുട്ടികളെ, 3 വലുതാണ് 2-നേക്കാൾ. വായിക്കുക, 3 വലുതാണ് 2-നേക്കാൾ. നോക്കിയാൽ വലുതാണ്, കണ്ടില്ലേ? അപ്പൊ 3 ഗ്രേറ്റർ ദാൻ 2. ഓക്കെ, 3 ഗ്രേറ്റർ ദാൻ 2. എന്താ വായിക്കുക? 3 ഗ്രേറ്റർ ദാൻ 2. ഇനി നോക്ക്, 5 ഉണ്ട് ഇവിടെ, ഇവിടെ 7 ഉണ്ട്. ഈ ചിഹ്നത്തിൽ എടുക്കുവോ? ഈ ചിഹ്നം എടുക്കുവോ? ഇത് എടുക്കുമോ നിങ്ങൾ? ഇത് എടുക്കുമോ? ഇവിടെ ഇടക്ക് വെക്കാൻ. നോക്കിയാൽ 5 ചെറുതാണ് 7-നേക്കാൾ. 5 ലെസ് ദാൻ 7 ആണ്. അപ്പൊ എന്താ വരിക? ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണ് എളുപ്പ വഴി വെച്ചാല്, ഇത് ഒരു വായയാന്ന് വിചാരിക്കുക. നമ്മളെ വായില്ലേ? ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യിട്ടാന്ന് വിചാരിക്കുക. അപ്പൊ വായക്കകത്തുള്ളത് വലുതാണ്. ഇതിനകത്ത് വരുന്ന നമ്പർ വലുതൊരു ഗ്രേറ്റർ നമ്പർ ആണ് ഇതിനകത്ത് വരിക. ഓക്കെ, ഈ ഓപ്പൺ ചെയ്തതിന്റെ അകത്ത് വരുന്നത് ഗ്രേറ്റർ നമ്പർ ആയിരിക്കും. അപ്പൊ ഇപ്പൊ ഐഡിയ മനസ്സിലായല്ലോ. കണ്ടോ, 3 ഗ്രേറ്റർ 2. കണ്ടില്ലേ? 3 വലുതാണ് 2-നേക്കാൾ. അപ്പൊ എന്താ അർത്ഥം? ഈ വായക്കകത്ത് വരുന്നത് വലുത്, ഇതിനകത്ത് വരുന്നത് വലുതാണ്. അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ. അപ്പൊ എന്റെ മക്കള് പറഞ്ഞാൽ 8 ഉണ്ട് ഇവിടെ, 10 ഉണ്ട് ഇവിടെ. അപ്പൊ എന്താണ് വരിക? എങ്ങനെ വരും? അതായത് ഞാൻ ഇങ്ങനെ എഴുതാം, ഏതാണ് ശരിയെന്ന് നിങ്ങൾ ഉത്തരം എഴുതണം. ഒരു ഉത്തരം ഇങ്ങനെ, ഒരു ഉത്തരം ഇങ്ങനെ. ഇതിലേതാണ് ശരി നോക്കിയാൽ
ഇത് 8 വലുതാണ് എന്നാണ് വായിക്കേണ്ടത്. വായന്റെ അകത്തല്ലേ 8 ഉള്ളത്. അപ്പൊ വലുതാണ് 10നേക്കാൾ, അത് തെറ്റാണ്. അപ്പൊ എന്താണ് വരിക? 8 ചെറുതാണ് 10നേക്കാൾ. ഓക്കെ, 8 ചെറുതാണ്. 8 ഈസ് ലെസ് ദാൻ 10. 8 ഈസ് ലെസ് ദാൻ 10. അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ. രണ്ടെണ്ണം കമ്പയർ ചെയ്തിട്ട് വലുത് ചെറുത് എന്ന് പറഞ്ഞിട്ട് അവരാ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 1/2 ഉണ്ട്, 1/3 ഉണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് വരിക? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഇതല്ലേ വലുത്, ഇത് വലുതാണ്. അപ്പോ ആ വായക്കകത്ത് വരുന്നത് വലുതായിരിക്കും. ഓക്കെ, ഇനി നോക്ക് 1/3, 1/4. ഇതിനെടുക്കാം 1/3, 1/4. ഇത് രണ്ടും എടുക്കുമ്പോ ഏതാ വലുത്? ഇതല്ലേ വലുത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 വലുതാണ് 1/4നേക്കാൾ. 1/3 ഗ്രേറ്റർ ദാൻ 1/4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇത് മൂന്നും കൂടെ ഒന്നിച്ചിട്ട് എഴുതുന്നത് എങ്ങനെ വരും? നോക്കൂ, 1/2 ഗ്രേറ്റർ ദാൻ 1/3 ഗ്രേറ്റർ ദാൻ 1/4. 1/2 വലുതാണ് 1/3നേക്കാൾ. 1/3 വലുതാണ് 1/4നേക്കാൾ. കറക്റ്റ് അല്ലേ? നോക്കിയാൽ ഇത് രണ്ടും എടുക്കുമ്പോ ഇത് വലുത്, അപ്പൊ വായക്കകത്ത്. ഇത് രണ്ടും എടുക്കുമ്പോ ഈ ഫ്രാക്ഷൻ, ഈ ഭിന്നം വലുത്, അപ്പൊ ഇത് വായക്ക് അകത്ത്. അപ്പൊ വലുതാണ് ചെറുതാണെന്നുള്ള ചിഹ്നം പഠിച്ചു. അത് എഴുതേണ്ട രീതിയും ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നു. പെട്ടെന്ന് മനസ്സിലാവാനുള്ള ആ ഒരു ഐഡിയയും നിങ്ങൾക്ക് തന്നു. ഇനി രണ്ട് ഭിന്നങ്ങൾ ഇങ്ങനെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് നമുക്ക് ചിത്രം നോക്കിയിട്ട് പറയാൻ പറ്റും. ചിത്രം കാണാതെ വരുമ്പോൾ എങ്ങനെ നമുക്ക് പറയൂ എന്നുള്ളതാണ്. നോക്കൂ കുട്ടികളെ, ഇവിടെ നോക്ക്. ഇവിടെ ഈ രണ്ടെണ്ണം ഞാൻ ഷെയ്ഡ് ചെയ്തു. രണ്ടെണ്ണം ഷെയ്ഡ് ചെയ്താൽ ഈ ചിത്രത്തിന് എങ്ങനെ പറയാ? 2/, എത്ര ടോട്ടൽ ഉണ്ട്? 6. അപ്പൊ ഇത് പറയാൻ പറ്റുന്നത് 2/6. ഇനി ഇവിടെ ഞാൻ 1 ഷെയ്ഡ് ചെയ്തു. ഈ 1 ഷെയ്ഡ് ചെയ്താൽ ഇതിനെങ്ങനെയാ പറയാൻ പറ്റുക? ടോട്ടൽ എത്ര പീസ് ഉണ്ട്? 6. 6 കഷ്ണമുണ്ട്. അപ്പൊ അതിലെത്ര ഷെയ്ഡ് ചെയ്തത്? 1. അപ്പൊ ഇതിനെങ്ങനെയാ പറയാൻ പറ്റുക? 1/6. ഓക്കെ, 1/6. ഈ തരത്തിലാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്തുള്ള പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്താണ്? താഴെ ഈ 2/6ഉം 1/6ഉം ആയാൽ ഏതാണ് വലുത്? നിങ്ങൾ ചിത്രം നോക്കി പറഞ്ഞാൽ ഇതാണോ വലുത്? ഇതാണോ വലുത്? ഇതല്ലേ വലുത്, അല്ലേ? ഇതല്ലേ വലുത്. അപ്പോൾ ഇത് മാത്രം നോക്കിയാൽ എങ്ങനെ നമുക്ക് പറയാൻ കഴിയും? അതാണ് പഠിക്കുന്നത്. ഈ ചിത്രങ്ങൾ ഇല്ലാതെ ഈ 1/2ഉം 1/3ഉം നോക്കിയാൽ ഏത് വലുത് എന്ന് എങ്ങനെ പറയും? അതായത് മുകളിൽ രണ്ടും ഒരേപോലെ വന്നിട്ട് താഴെ വ്യത്യാസമായിട്ട് വന്നാൽ എങ്ങനെ വലുത് പറയാൻ കഴിയും? താഴെ ഒരേപോലെ വന്നിട്ട് മുകളിലുള്ള നമ്പറുകൾ ഡിഫറൻറ്റ് വ്യത്യാസങ്ങൾ ഉള്ളതായാൽ അതിനെങ്ങനെ പറയാൻ പറ്റുന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അതെങ്ങനെ പറയാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ നോക്കിയാൽ മതി. മുകളിൽ ഒരേപോലെ വരുമ്പോൾ, മുകളിൽ വരുന്നതിന് നമ്മൾ എന്താ പറയാ? മലയാളത്തിൽ പറയാ അംശം, ഇംഗ്ലീഷിൽ പറയാ ന്യൂമറേറ്റർ, അല്ലേ? ന്യൂമറേറ്റർ. അപ്പൊ ഈ ന്യൂമറേറ്റർ അംശം തുല്യായാല്, തുല്യം അതായത് ഈക്വൽ, ന്യൂമറേറ്റർ ഈക്വൽ ആയി കഴിഞ്ഞാല് ഡിനോമിനേറ്റർ നോക്കിയാൽ, ഡിനോമിനേറ്ററിലെ വ്യത്യാസമുള്ളത്, ആ ഡിനോമിനേറ്ററിൽ ചെറുതിത് വലുതിത് നോക്കിയാൽ ഈ നമ്പറിൽ ഡിനോമിനേറ്റർ ഇവിടെ നോക്കിയാൽ ഞാനിവിടെ എഴുതാം. ഡിനോമിനേറ്റർ ഒന്നാമത്തേൽ എത്ര? ഡിനോമിനേറ്റർ 2. രണ്ടാമത്തേൽ ഡിനോമിനേറ്റർ എത്ര? രണ്ടാമത്തേൽ ഡിനോമിനേറ്റർ 3. ഇംഗ്ലീഷിൽ എഴുതിയാൽ ഒന്നാമത്തേതിന്റെ ഛേദം എത്ര? 2. രണ്ടാമത്തതിന്റെ ഛേദം എത്ര വരുന്നത്? 3. നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മുകളിൽ ഒരേപോലെ ഉണ്ടായിട്ട് ഈ ഛേദങ്ങള് ഏതാണോ ചെറുത് വരുന്നത് ആ നമ്പർ, ആ ഫ്രാക്ഷൻ ആയിരിക്കും വലുത്, ആ ഭിന്നമായിരിക്കും വലുത്. അതായത് ന്യൂമറേറ്റർ ഈക്വൽ ആയിട്ട് അംശം തുല്യമായിട്ട് വരുന്നതില് എന്താണ് പറഞ്ഞത്? ഡിനോമിനേറ്റർ ലെസ് ആയിട്ടുള്ളത്, ഡിനോമിനേറ്റർ സ്മോൾ നമ്പർ ആയിട്ട് വരുന്നതായിരിക്കും അതിലത്തെ വലിയ ഫ്രാക്ഷൻ, വലിയ ഭിന്നം.
മുകളിൽ രണ്ടും ഒരേപോലെ ആവുകയും താഴെയുള്ളത് ചെറുത് വരുമ്പോ ആ ഭിന്നം വലുതായിരിക്കും. ഐഡിയ മനസ്സിലായല്ലോ? ഒരു ഭിന്നത്തില് തുല്യമായിട്ടുള്ള അംശം വന്നു കഴിഞ്ഞാല് ഛേദം ചെറിയ നമ്പർ, ഛേദം ചെറിയ സംഖ്യയായിട്ടുള്ളത് വലിയ ഫ്രാക്ഷൻ, വലിയ ഭിന്നമായിട്ട് വരും. അതായത് ന്യൂമറേറ്റർ ഈക്വൽ ആയിട്ട് വന്ന കേസില് ഡിനോമിനേറ്റർ ലെസ് ആയിട്ടുള്ളത് ആ ഫ്രാക്ഷൻ ആയിരിക്കും എന്ത്? ഗ്രേറ്റർ ഫ്രാക്ഷൻ, വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഇപ്പൊ ഐഡിയ മനസ്സിലായല്ലോ? അതായത് രണ്ടും തുല്യമായിട്ടുള്ളതില് വലിയ ഡിനോമിനേറ്റർ, വലിയ ഛേദം വരുന്നതല്ല വലുത്, ചെറിയ ഛേദം വരുന്നത്, ചെറിയ ഫ്രാക്ഷൻ വരുന്നതാണ് വലുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പൊ നോക്കിക്കോ, 1/4 നോക്ക്, 1/3, 1/4 ഒരേപോലെയുള്ള രണ്ടെണ്ണം. അപ്പൊ ഇതും വരുമ്പം ഇതാണ് ചെറുത്, ചെറുതുള്ളതാണ് വലിയതായിട്ട് വരിക, ചെറുതുള്ളതാണ് വലുതായിട്ട് വരിക, വലിയതുള്ളത് ചെറുതുമായിട്ട് വരും. ഇപ്പൊ ഐഡിയ മനസ്സിലായല്ലോ? തെറ്റിക്കല്ലേ? അപ്പോ ഈ പറഞ്ഞതിൽ എന്താണ് പറഞ്ഞത്? ന്യൂമറേറ്റർ ഈക്വൽ ആയിട്ട് വരുമ്പം ഫ്രാക്ഷനെ സംബന്ധിച്ചിടത്തോളം, ഭിന്നത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് പറഞ്ഞത്? ഡിനോമിനേറ്റർ ലെസ് സ്മോൾ, ഡിനോമിനേറ്റർ സ്മോൾ ആയിട്ടുള്ളത്, ലെസ് ചെറിയ നമ്പർ ആയിട്ടുള്ളതാണ് ഫ്രാക്ഷൻ. ഡിനോമിനേറ്റർ സ്മോൾ, ഫ്രാക്ഷൻ എന്തായിരിക്കും? ഫ്രാക്ഷൻ എന്തായിരിക്കും? ഗ്രേറ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആയിരിക്കും. ഫ്രാക്ഷൻ ഗ്രേറ്റർ അല്ല ലാർജ് വൺ ആയിട്ട് വരും. അതായത് ഛേദം ചെറുതായിട്ടുള്ളത്, ഛേദം ചെറുത് ആയത് എങ്ങനെയാണ് വരിക? ചെറുത് ആയത് വലിയ ഭിന്നമായിരിക്കും, വലിയ ഭിന്നം ആയിരിക്കും. ഛേദം ചെറുത്, വലിയ ഭിന്നം ആയിരിക്കും. ഐഡിയ മനസ്സിലായല്ലോ? എങ്ങനെ വന്നാല്? ഒരേ അംശം വന്നാല്. ഈ കണ്ടീഷൻ ഏതിനാണ് വരുന്നത്? ഒരേ അംശം, ഒരേ സെയിം ഡിനോമിനേറ്റർ, ഈക്വൽ ഡിനോമിനേറ്റർ, ഈക്വൽ ന്യൂമറേറ്റർ വന്നാല്, ഈക്വൽ ന്യൂമറേറ്റർ അതായത് തുല്യമായിട്ടുള്ള ഒരേപോലെയുള്ള അംശം വന്നാല്, ഒരേപോലെയുള്ള അംശം വന്നാല് ഇതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ കുട്ടികളെ നമ്മൾക്ക് ഇത് കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരാം. മേലെ ഒരേ മാതിരി വരുന്നു. നോക്ക്, ഇപ്പോൾ 2/5, 2/7 ഏതായിരിക്കും വലുത്, ഏതായിരിക്കും ചെറുത്? ഒന്ന് വലുതാണെങ്കിൽ മറ്റേ ചെറുതായിരിക്കുമല്ലോ. ഓക്കെ, 2/5, 2/7. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് പറയാൻ പറ്റും, നമ്മൾ ആദ്യം നോക്കേണ്ട എന്താ? ന്യൂമറേറ്റർ ഈക്വല്. അപ്പൊ ഞാനിവിടെ എഴുതാം ന്യൂമറേറ്ററിൽ ഞാൻ ഇങ്ങനെ എഴുതാം ഈക്വൽ, അതായത് അംശം തുല്യം. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു അംശം തുല്യം. അപ്പൊ എന്താണ് പറഞ്ഞത്? അംശം തുല്യ ആയാൽ നമുക്കറിയാം എന്താണ്? ഛേദം ചെറുത്, ഛേദം ചെറുത്, വലിയ ഭിന്നം, വലിയ ഭിന്നം. അതായത് ഡിനോമിനേറ്റർ, ഞാൻ ഇങ്ങനെ എഴുതാം. ഡിനോമിനേറ്റർ എന്താണ് പറഞ്ഞത്? സ്മോൾ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ലാർജർ ഫ്രാക്ഷൻ ആയിരിക്കും. ലാർജർ ഫ്രാക്ഷൻ, ഗ്രേറ്റർ ഫ്രാക്ഷൻ ആയിട്ടാണ് വരിക. അപ്പൊ ഏതാണ് വരിക? ഈ 2/5, 2/7 എന്ന് പറയുമ്പോൾ ഇതും ഈക്വല്, ഇത് സ്മോൾ ആണ്, അപ്പൊ ഇത് വലുത്, ഇത് ചെറുത്. അല്ലെങ്കിൽ ചെറിയ ഡിനോമിനേറ്റർ, ചെറിയ ഛേദം വരുമ്പോൾ വലുത് എന്ന് പറയുന്നതിന് മറ്റൊരു അർത്ഥത്തിൽ എങ്ങനെ പറയാ? വലിയ ഛേദം വരുന്നത് എന്തായിരിക്കും? ചെറിയ നമ്പർ ആയിരിക്കും. അങ്ങനെ ഓർമ്മിക്കാം. ഈ ഛേദം എന്ന് ഡിനോമിനേറ്റർ വലുത് വരുന്നത് എന്തായിരിക്കും? ചെറുതായിരിക്കും. അപ്പൊ ഇത് വലുത്, ഇത് ചെറുത്. അപ്പൊ ഇതിനെ എങ്ങനെ അടയാളം ഇട്ടിട്ട് എഴുതുക? ഇത് വലുതാണ്, ഇത് ചെറുതാണ്. അപ്പൊ വലുതിനകത്ത് വായാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ വി ഇല്ലേ കുട്ടികളെ, വി എന്നുള്ള വലിയ അക്ഷരമില്ലേ ഇംഗ്ലീഷിലെ, ആ വി എന്നുള്ള അക്ഷരം ഇങ്ങോട്ട് വെക്കല്, ഇങ്ങനെ ചെരിച്ചിട്ട് വെക്കല്. ഓക്കെ. അപ്പോ 2/5 വലുതാണ്, നമുക്ക് എന്ത് കിട്ടി? 2/7 കിട്ടി. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഐഡിയ മനസ്സിലായല്ലോ? ഇനി ഞാൻ വേറൊന്ന് പറയാം. നോക്ക്, 3/8,
5. 3/8 3/5 എങ്ങനെയാ പെട്ടെന്ന് നോക്കുക, മേലെ രണ്ടും ഒരേപോലെ. അപ്പൊ പിന്നെ നോക്ക്, താഴത്തെ നോക്ക്, ഇത് രണ്ടും ഒരേപോലെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, ഡിനോമിനേറ്റർ ഛേദം നോക്കേണ്ടത്. ഇത് ഛേദം വലുതാണ്, ഛേദം വലുതാവുന്നത് ചെറുതായിരിക്കും, ഛേദം ചെറുതാവുന്നതോ വലുതായിരിക്കും. ഡിനോമിനേറ്റർ ഗ്രേറ്റർ വലിയത് വരുന്നത് എന്തായിരിക്കും, അത് ചെറുതായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 3/8 ചെറുതാണ്, ചെറുതിന് ഇങ്ങനെയല്ലേ വേണ്ടത്, ഈക്വൽ ടു 3/5. ഓക്കെ, 3/5, കാരണം 3/5 ആണ് വലുത്. 3 ഒരേപോലെ വന്നാൽ 5 ചെറുതല്ലേ 8 ആയിട്ടുള്ളത്. അപ്പൊ ചെറുത് താഴെ വരുന്നതാണ് എന്ത് വരിക, വലിയ ഫ്രാക്ഷൻ, വലിയ ഭിന്നമായിട്ട് വരുന്നത്. അപ്പൊ ഐഡിയ പിടികിട്ടിയല്ലോ. ഓക്കെ, ഇനി എന്താ ഇപ്പം പറഞ്ഞത്, എന്താ മുകളിൽ ഒരേപോലെ ഉള്ളത് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ചെറിയ നമ്പർ വരുന്നതാണ് വലുത്, വലിയ നമ്പർ വരുന്നത് ചെറുത് എന്നൊക്കെ ഞാനിപ്പോ പറഞ്ഞത്. ഇനി പറയുന്നത് നോക്ക്, താഴെ ഒരേപോലെ വന്നു. നോക്ക്, ചിത്രം നോക്കിയിട്ട് നമുക്ക് പറയാം. ഇവിടെ 2/6 നോക്കിയാൽ ഈ ചിത്രത്തില് നോക്കൂ കുട്ടികളെ, ഈ ചിത്രത്തില് 6 കഷ്ണം, അതിൽ 2 കഷ്ണം ഞാൻ ഷെയ്ഡ് ചെയ്തു. അപ്പൊ 2/6 കറക്റ്റ് അല്ലേ? 1 2 3 4 5 6 നേരത്തെ പറഞ്ഞാണ് 2/6. ഇത് നോക്ക്, 6 കഷ്ണം ഉണ്ട്, അതിലത്തെ ഒരു കഷ്ണം ഷെയ്ഡ് ചെയ്തു 1/6. അപ്പൊ ഈ ഷെയ്ഡ് ചെയ്തതിൽ ഏതാണ് വലുത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഇതല്ലേ വലുത്. ഓക്കെ, ഇതല്ലേ വലുത് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഈ താഴെ ഒരേപോലെയാണെങ്കിൽ ഇത് ഈസിയാണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ, ഡിനോമിനേറ്റർ ഈക്വൽ ആണെങ്കിൽ, തുല്യാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതായത് ഛേദം തുല്യമായിട്ട് വരുമ്പോ നമുക്ക് പറയാൻ പറ്റും എന്താണ്, വലിയ ന്യൂമറേറ്റർ വലുത്. ഇത് സുഖാണ്, താഴെ തുല്യമായിട്ട് വന്നാൽ വലുത് തന്നെ. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, മേലെ തുല്യമായിട്ട് വന്നാൽ ചെറുതാണ് വലുത് വരല് കേട്ടോ. ഇവിടെ പ്രശ്നമില്ല, താഴെ ഒരേപോലെ വന്നാല് ഇതിലത്തെ വലുത് തന്നെ, ചെറുത് തന്നെ. അപ്പൊ ഇവിടെ 2 നോക്ക്, 2/6 1/6. ഇപ്പൊ ഇത് നോക്കേണ്ട ആവശ്യമില്ല, ഇനി മേലത്തെ നോക്കിയാൽ മതി. മേലെ നോക്കുമ്പോ ഇതല്ലേ വലുത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ന്യൂമറേറ്റർ ഗ്രേറ്റർ ആയിട്ടുള്ളത് എന്തായിരിക്കും, ഗ്രേറ്റർ വലുതായിട്ടുള്ളത് എന്തായിരിക്കും, വലിയ ഫ്രാക്ഷൻ ആയിരിക്കും. അപ്പൊ ഗ്രേറ്റർ ഫ്രാക്ഷൻ വരും. ഓക്കെ, എന്താണ് പറഞ്ഞത്, അതായത് മലയാളത്തിൽ എഴുതിയാല് അംശം വലുതായത് വലിയതായിരിക്കും. അംശം വലുത്, അംശം വലുത്, വലിയ ഭിന്നം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവാതെ പഠിക്കുക. ഇത് പഠിക്കാൻ എളുപ്പമാണ്. എന്താ പ്രത്യേകത, താഴെ ഒരേപോലെ വന്നാല് മേലെ വലുതുള്ളത് വലുത്, മേലെ ചെറുതുള്ളത് ചെറുത്. അപ്പൊ പിന്നെ അതങ്ങ് പഠിച്ചു വെച്ചു. പിന്നെ രണ്ടാമത്തേന് മാത്രം ഉൾട്ട, എന്ത്, മേലെ ഒരേപോലെ വന്നാല് താഴെ ചെറുതുള്ളത് വലുത്, നേരെ തിരിച്ചിട്ട്. തെറ്റിക്കല്ലേ, ഇത് കൃത്യം പഠിച്ചു വെക്ക്, എന്നാ പിന്നെ ഇത് തെറ്റൂല. എന്താണ്, താഴെ ഒരേപോലെ ആയ പേടിക്കേ വേണ്ട, അത് മനസ്സിൽ വിചാരിക്കുക. ഇതിന്റെ താഴെ വരുന്ന നമ്പർ ഉണ്ടല്ലോ, ഡിനോമിനേറ്റർ ഛേദം, അത് സെയിം ആയാൽ പേടിക്കേ വേണ്ട, മേലെ വലുതുള്ളത് വലുത്, അത് കൃത്യം പഠിച്ചുവല്ലോ. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞാൽ നേരെ റിവേഴ്സ് മറ്റേത് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, നമ്മൾക്ക് ഈ എക്സസൈസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. 2/5 3/5, 3/7 3/5, 4/7 5/7, 2/5 2/9. നോക്കൂ കുട്ടികളെ, ഇത് കാണുമ്പോൾ ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് അറിയേണ്ടത്. ഫസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് മുകളിലോ താഴെയോ ഒരേപോലെയുള്ളത് നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിക്കണേ, ഇതാണ് പോയിന്റ്. ഫസ്റ്റിൽ നമ്മൾ നോക്കുന്നത്, പരീക്ഷക്കെല്ലാം വരുമ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു ചോദിച്ചാൽ, ഫസ്റ്റിൽ നോക്കുക താഴെയോ മുകളിലോ ഒരേപോലെ ഉണ്ടോ നോക്കുക. നോക്ക്, ഇങ്ങനെ ഇതിന്റെയും മേലെയും താഴെയും നോക്കുമ്പോൾ താഴെ ഒരേപോലെ ഉണ്ട്. അപ്പൊ താഴെ ഒരേപോലെ ഉണ്ടെങ്കിൽ നമുക്കറിയാം മുകളില് ചെറുത് വരുന്നത് ചെറുത് തന്നെ, മുകളിൽ വലുത് വരുന്നത് വലുത് തന്നെ. അപ്പോ എന്താ അർത്ഥം, ഇത് എന്താണ്, ചെറുതാണ്, ഇത് വലുതാണ്, ഇത് ചെറുതാണ്, ഇത് വലുതാണ്. അപ്പോ ഇത് ചെറുത് എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ 2 ചിഹ്നമാണ് ഉള്ളത്, ഒന്ന് ഇത് ഒന്ന് ഇത്. അപ്പൊ ചെറുത് എന്ന് പറയുമ്പോൾ എന്താ വരിക, ഇങ്ങനെ വരും. നോക്ക്, ഇത് ചെറുതായി, അപ്പൊ ഇത് വലുതായി. ഓക്കെ, രണ്ടും ഒരേപോലെ വരുമ്പോൾ വലിയ നമ്പർ തന്നെയാണ് വലുത്.
ഓക്കെ, ചെറിയ നമ്പർ ചെറുത്. ഇനി ഇവിടെ നോക്കുക, താഴെ രണ്ടും ഒരേപോലെയുണ്ട്. അപ്പൊ എന്താ അർത്ഥം? മുകളില് വരുന്നത് വലുത്, ചെറുത് വരുന്നത് ചെറുത്. അപ്പൊ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. അപ്പൊ എന്താ വരിക? ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വരും. ഇനി ഇവിടെ 5/7 പകരം ഇവിടെ ഉള്ളത് 2 ആണെന്ന് വിചാരിച്ചോ. ഇവിടെ 2 ആണെങ്കിലോ താഴെ രണ്ടും ഒരേപോലെ ഉണ്ട്. മുകളിൽ വലുത് വരുന്നത് ഇവിടെയാണ്, മുകളിൽ വരുന്നത് വലുത് തന്നെ. ഓക്കെ, അപ്പൊ മുകളിൽ വലുത് വന്ന വലുതാന്ന് ഓർമ്മിച്ചാൽ മതി കേട്ടോ. ടോപ്പില് വലുത് വന്നാല്, വലുത് പറഞ്ഞ എന്താ അർത്ഥം? ലാർജ് നമ്പർ. ടോപ്പില് ലാർജ് നമ്പർ വന്നാല് എന്താണ്? അത് വലിയ ഗ്രേറ്റർ തന്നെയാണ്. അതായത് മുകളിൽ മുകളിൽ വലുത് വന്നാല് വലിയ ഫ്രാക്ഷൻ തന്നെയാന്ന് ഓർമ്മിച്ചാൽ മതി. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. മുകളിൽ വലുത് എന്ന് പറയുമ്പോൾ താഴെ ഒരേപോലെ ഉണ്ടെന്ന് മനസ്സിൽ കണ്ടുപിടിക്കണം. ഇനി ഇവിടെ നോക്കുക, ഇവിടെ മുകളിലാണ് വലുത്, മുകളിലാണ് തുല്യം. അപ്പൊ എന്താണ്? നേരെ റിവേഴ്സ് ആണ്. താഴെ തുല്യാണെങ്കിലാണ് മുകളിൽ ചെറുതായ ചെറുത്, വലുതായ വലുത്. എന്നാൽ മുകളിൽ വലുത് വരുമ്പോ എന്താണ്? താഴെ വലുത് വന്നാൽ അത് ചെറുതും, താഴെ വലുത് വന്നാൽ ചെറുതും, താഴെ ചെറിയ നമ്പർ വന്നാൽ ഇത് വലുതുമാണ്. അപ്പൊ ഇത് വലുതാണ്, ഇത് ചെറുതാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വരിക? ഈ തരത്തിൽ വരും. ഇനി 2/5, 2/9. അപ്പോ ഇവിടെയും 2, ഇവിടെയും 2. അപ്പോ എന്താണ് നോക്കേണ്ടത്? മുകളിൽ വന്നാല് ഒരേപോലെ വന്നാല് താഴത്തതാണ് നോക്കേണ്ടത്. നേരെ റിവേഴ്സ് ആണ്, ഉൾട്ടയാണ്, വിപരീതമായിട്ട് എടുക്കേണ്ടത്. അപ്പൊ ചെറിയ നമ്പർ വന്നാല് അത് വലിയതായിരിക്കും, വലിയ ഫ്രാക്ഷൻ. അപ്പൊ കറക്റ്റ്. അപ്പൊ ഈ ഐഡിയ പിടികിട്ടി. ഓർക്കെ, താഴെ മാത്രം തുല്യം വന്നു കഴിഞ്ഞാല് മേലെ വലുതുള്ളത് വലുത് തന്നെ, മേലെ ചെറുതുള്ളത് ചെറുത് തന്നെ എന്ന് മാത്രം ഓർമ്മിക്കുക കേട്ടോ. അതിന്റെ നേരെ റിവേഴ്സ് ആണ് മുകളിൽ തുല്യം വന്നു കഴിഞ്ഞാൽ. ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്, ഓക്കെ ഇത് ഓക്കെ ആയല്ലോ. ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് നോക്ക്, ഇവിടെ വരുന്നുണ്ട് 2/3, ഇവിടെ വരുന്നുണ്ട് 5/4, ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ 1/4, അല്ലെങ്കിൽ 1/4. ഇങ്ങനെ വരുമ്പം ഏത് വലുത് എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? മുകളിലും ഒരേപോലെയല്ല, താഴെയും ഒരേപോലെയല്ല. അപ്പൊ ഈ വഴികൾ അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. ശ്രദ്ധിക്കണം. അപ്പോഴെന്താണ് ചെയ്യാൻ പറ്റുക എന്നറിയോ? താഴെയോ മുകളിലോ ഒരേപോലെ വന്നാല് നമുക്ക് മനസ്സിൽ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. താഴെ ഒരേപോലെ വന്നാൽ മേലത്തെ വലുത്, മേലത്തെ ചെറുത്. അപ്പൊ ഇതിന്റെ താഴെ ഒരേപോലെ ആക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ 3ഉം 4ഉം അല്ലേ ഇല്ലേ? 3ഉം 4ഉം വരുന്ന കോമൺ എത്രയാണ് വരിക? 12 വരും. കാരണം 3ന്റെ 12 വരാം, മൾട്ടിപ്പിളിൽ 12 ഉണ്ട്, 4ന്റെ മൾട്ടിപ്പിളും 12 ഉണ്ട്. ഇനി അങ്ങനെ ഇല്ലാത്ത കുട്ടികൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ 3ന്റെ ഏതൊക്കെയാണ് വരിക? 3 മൾട്ടിപ്പിൾ ഗുണിതം 3, 6, 9, 12. 4ന്റെയോ 4, 8, 12. 3 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഇല്ല, അപ്പൊ വരില്ല. 6 ഇവിടെ ഉണ്ട്, 6 അവിടെ ഇല്ല, വരില്ല. 9 ഇവിടെ ഉണ്ട്, 9 അവിടെ ഇല്ല, വരില്ല. 12 ഇവിടെ ഉണ്ട്, 12 ഇവിടെയുണ്ട്. അപ്പൊ ഏതാ വരിക? 3ഉം 4നും വരുന്നത് 12 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2/3നെ 12 മനസ്സിൽ കിട്ടുന്ന കുട്ടികൾ എളുപ്പമായി. ഈ ഇങ്ങനെ എഴുതാണ്ട് തന്നെ 12ലേക്ക് മാറ്റണം. അതായത് ഇപ്പൊ 12 ഇപ്പോഴും നമുക്ക് കിട്ടിയല്ലോ, ആ 12നെ 3ന്റേത് മാറ്റണം. 12നെ 3നെ 12 ആക്കാവുന്ന വഴി 4 കൊണ്ട് ഗുണിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണണമെന്ന് പറയുന്നത്. അപ്പൊ 2, 4 എത്ര? 8. അപ്പൊ അത് അവിടെ കിട്ടി. 8/12. ചുരുക്കാനൊന്നും പോണ്ട കേട്ടോ. 8/12 നാടെ എഴുതി വെച്ചാൽ മതി. രണ്ടാമത്തത് ഏതാണ്? 1/4 ആണ്. അതിനെയും എന്താക്കി മാറ്റണം? 12ലേക്ക് തന്നെ മാറ്റണം. 4നെ 12 ആക്കാൻ 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇവിടെ എത്ര? 3 കൊണ്ട്. ഈ 4നെ 3നെ കൊണ്ട് ഗുണിച്ചിട്ടില്ലേ 12 കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ 1നെയും 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 3 കിട്ടും. ഇനി നമ്മൾ രക്ഷപ്പെട്ടു. ഇനി എന്താ? 2/3 പകരം 8/12 എന്ന് എഴുതാം. 1/4 പകരം 3/12 എന്ന് എഴുതാം. അപ്പൊ എന്റെ കുട്ടികൾ പറയാ 2/3 1/4 ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. 2/3 1/4 ആണ് ക്വസ്റ്റ്യൻ. അതിന് പകരം ഇപ്പൊ നമുക്ക് എന്തെല്ലാം കിട്ടിയത്? 8/12 കിട്ടി, പിന്നെന്ത് കിട്ടി? 3/12 കിട്ടി. അപ്പൊ നിങ്ങൾ പറ, താഴെ ഒരേപോലെ കണ്ണും ചിമ്മി നമുക്ക് ആൻസർ പറയാ. മുകളിൽ വലുത്, താഴെ ഒരേപോലെ വന്നല്ലോ,
താഴെ ഒരേപോലെ വന്നാൽ മുകളില് വലുത് വലുത്. അപ്പൊ ഇത് വലുത് ഇത് ചെറുത്, ഇത് വലുത് ഇത് ചെറുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നാമത്തത് വലുത്, രണ്ടാമത്തത് ചെറുത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2/3 വലുതാണ് 1/4. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. ഡിഫറൻ്റ് ആയി കഴിഞ്ഞാലും നമ്മൾക്ക് യാതൊരു പ്രയാസമില്ല, നമ്മൾ അതിനെ കോമൺ ആക്കിയിട്ട് എഴുതിയിട്ട് ചെയ്യും. മുകളിൽ ഡിഫറൻ്റ് ആയാലും പ്രശ്നമില്ല, അതിനൊന്നും ചെയ്യണ്ട. താഴത്തത് മാത്രം ഒരേപോലെ ആക്കി ചെയ്യുക. അപ്പൊ പഠിക്കാൻ എളുപ്പമാണ്. താഴെ ഒരേപോലെ നിങ്ങൾക്ക് അറിയാലോ, താഴെ ഒരേപോലെ വന്നു കഴിഞ്ഞാൽ വലിയത് വലുത് തന്നെ, 4 2 4 വലുത് വലുത് തന്നെ. അപ്പൊ ഐഡിയ ഇവിടെയും എളുപ്പത്തിൽ നമുക്ക് കിട്ടി. ഐഡിയ മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത് ഇതേമാതിരി തന്നെ ഒന്നും കൂടെ ഞാൻ ചെറുതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ 1/5 ഉണ്ട്, 3/7 ഉണ്ട്, അല്ലെങ്കിൽ വലിയ നമ്പർ ഞാൻ പറഞ്ഞു പോയി. 5 ഉണ്ട്, 7 ഉണ്ട്. 5 7 പോകുന്നത് എത്രയാണ്? 35 ആണ് അല്ലെ. 5 7 വരുന്ന 35. അപ്പൊ 1/5നെ ഏതിലേക്ക് എഴുതുക? 35ലേക്ക് എഴുതുക. അപ്പൊ ഇതിനെ 7 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഇതിനെയും 7 കൊണ്ട്, 1 7 7 7/35. 3/7നെയും നമ്മൾ എന്ത് ചെയ്യുക? അതേ 35ൽ കൊടുക്കുക. 35 ഉള്ളൂ കോമൺ ആയിട്ട് വരുന്നത്, 5നും 7നും മൾട്ടിപ്പിള് ഗുണിതത്തില്. അതുകൊണ്ടാണ് 35നെ ഒരൊറ്റ അടിക്ക് പറഞ്ഞത് കേട്ടോ. നിങ്ങൾ 5 10 15 20 25 അങ്ങനെ എഴുതി കണ്ടുപിടിക്കുകയും ചെയ്യുക. അപ്പൊ 7നെ എത്ര കൊണ്ട് ഗുണിക്കണം 35 ആവാൻ? 5 കൊണ്ട്. ഇതിനെയും 5 3 5 15. പ്രിയപ്പെട്ട കുട്ടികൾ നോക്കിയാൽ ആ ഒന്നാമത്തേനെ കിട്ടിയത് എങ്ങനെ? 7/35. രണ്ടാമത്തത് 15/35. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ 7/15 ആണ്, 15/35 ആണ്. താഴെ 7/35 ആണ്, 15/35 ആണ്. രണ്ടും ഒരേപോലെ. താഴെ രണ്ടും ഒരേപോലെയാ, ഒന്നും ആലോചിക്കണ്ട. മുകളിൽ ചെറുത്, ഇത് രണ്ടും നോക്കിയാൽ ഇത് ചെറുത്, അപ്പൊ ഇത് തന്നെ ഈ ഫ്രാക്ഷൻ തന്നെ ചെറുത്. അപ്പൊ ഇങ്ങനെയാണ് വരിക. അപ്പൊ എന്ത് കിട്ടും? ഒന്നാമത്തെ ചെറുത്, രണ്ടാമത്തെ വലുത്. അപ്പൊ ഫുൾ മാർക്ക് കിട്ടാൻ എന്താ വഴി? നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. 1/5 ഒന്നാമത്തത് ചെറുത്, രണ്ടാമത്തത് വലുത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? ഡൗട്ട്. വെരി ഗുഡ്, കൃത്യമായി മനസ്സിലായി. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ഇനി ഇങ്ങനെ 3 എണ്ണം വരുമ്പം ഇത് ക്രമത്തിൽ എഴുതാൻ പറയാം. എന്ത് ചേർത്തിട്ട്? ഈ ചിഹ്നങ്ങളെ ചേർത്തിട്ട് എഴുതാൻ പറഞ്ഞു എന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് എങ്ങനെ സാധിക്കുന്നില്ല? 3 എണ്ണം, 2 എണ്ണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 3 എണ്ണം വരുമ്പോ എങ്ങനെ വരും നോക്ക്. ഇവിടെ 2/5 3/4 3/5. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ എന്താണ് പറഞ്ഞത്? ആദ്യം നോക്കേണ്ടത് മുകളിലോ താഴെയോ ഒരേപോലെ ഉള്ളതുണ്ടോ നോക്കൂ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇവിടെ 2/5 ഉണ്ട്, ഇവിടെ ഇല്ല, ഒരു ബന്ധുവേ ഇല്ല. പക്ഷെ ഇവിടെ 3/5 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? 2/5നെയും 3/5നെയും എഴുതിയാല് ഇത് രണ്ടും ഞാൻ എടുത്തു. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ മനസ്സിൽ തന്നെ പറയാൻ പറ്റും, വേറെ ഒന്നും ചെയ്യണ്ട. താഴെ ഒരേപോലെ. താഴെ ഒരേപോലെയുള്ള പ്രത്യേകത എന്താ? മുകളിൽ ചെറുതാണെങ്കിൽ ചെറുത്, മുകളിൽ വലുതാണെങ്കിൽ വലുത്. അപ്പൊ എന്താ അർത്ഥം? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2/5 ചെറുതാണ് 3/5. 2/5 ലെസ് ദാൻ 3/5. താഴെ രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് ഓക്കെ. അപ്പൊ എന്ത് കിട്ടി? 3/5 വലുതാണ്, 2/5 ചെറുതാണ്. ഇനി നമ്മൾ എന്ത് പഠിച്ചാൽ മതി? അപ്പോ ഇതും നോക്കുമ്പോ ശ്രദ്ധിക്കണേ, ഇത് രണ്ടും നോക്കുമ്പോ ഇത് ചെറുത്, ഇത് വലുത്. ഇനി നമ്മൾ 3/4നെയാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അപ്പൊ 3/4 നോക്കുമ്പോ എന്താ ചെയ്യാ? 3/4ഉം 3/5ഉം എടുക്കുക. 3/4ഉം 3/5ഉം എടുക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും നോക്കിയാൽ? കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ, ഞാൻ പറയട്ടെ. 3/4ഉം 3/5ഉം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മുകളിൽ ഒരേപോലെയാണ്. മുകളില് ഒരേപോലെയാണ്. മുകളിൽ ഒരേപോലെ വരുമ്പം നമുക്ക് എന്ത് കിട്ടി? താഴത്തതാണ് നോക്കേണ്ടത്. മുകളിൽ ഒരേപോലെ വന്നു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? താഴെ ഉള്ളതിന്റെ നേരെ തിരിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് എന്തെഴുതാൻ പറ്റും? 3/4 ഉണ്ട്, 3/5 ഉണ്ട്. മേലെ ഒരേപോലെയായ താഴെ വലുത് വലുതോ താഴെ ചെറുത് ചെറുതോ അല്ല, സെയിം അല്ല. അപ്പൊ എന്തിന്റെ? മുകളിൽ വലുതായി കഴിഞ്ഞാല് താഴെ ചെറുതുള്ളത് വലുതാണ്. അപ്പൊ അത് ഇങ്ങനെയാണ് വരിക. ഇത് വലുതല്ലേ, ഇതുമായ ഇതാ വലുത്, അതുകൊണ്ട് ഇത് ഈ ഫ്രാക്ഷൻ അപ്പൊ ചെറുതായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2/5 ഏറ്റവും ചെറുത് എന്ന് കിട്ടി. പിന്നെ 2/5നെക്കാളും വലുതാണ് എന്ത്? 3/5. 3/5നെക്കാളും വലുതാണ് ഏത്? 3/4. അതായത് 2/5 ഏറ്റവും ചെറുത്. നോക്ക്, 2/5 ഏറ്റവും ചെറുത്, 2/5നെക്കാളും വലുതാണ് ഏത്? 3/5
അല്ലെ? 2/5 വലുതല്ലേ? വലുതാണ് 3/5. അതായത് ഞാൻ ഇങ്ങനെ എഴുതാം, 2/5 വലുതാണ് 3/5. 3/5 വലുതാണ് 3/4. അപ്പൊ വലുതാണ് 3/4. കറക്റ്റ് അല്ലേ? നോക്കിയാൽ, കാരണം ഈ വായക്കകത്ത് വരുന്നത് വലുത് എന്നല്ലേ പറഞ്ഞേ. ഇതും ആവുമ്പം ഇതാണ് വലുത് വരിക. ഓക്കെ, അപ്പൊ 3/5 വലുതാണ് 3/4. ഇനി ഇത് ഒന്നിക്കല് എല്ലാം ഒരേപോലെ ഉള്ളത് വെച്ചിട്ട് എഴുതാം. ഇനി അല്ലെങ്കിൽ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണെങ്കിൽ 2/5 ഏറ്റവും ചെറുത്, 2/5 വലുതായിരിക്കും ആര്? 3/4. കാരണം എന്താ? 3/4 ആണ് ഇതിൽ ഏറ്റവും വലുത്. ഇവര് എടുക്കുമ്പോ 3/4 ആണ് ഏറ്റവും വലുത്. അപ്പൊ 2/5 ഇങ്ങനെ ഇട്ടിട്ടും നിങ്ങൾക്ക് എന്തെഴുതാം? 3/4 എഴുതാം. പിന്നെ തിരിച്ചിട്ട് എന്തെഴുതി വരും? 3/5 എഴുതേണ്ടി വരും. ഞാൻ പറഞ്ഞത് 2/5 ആണ് ഇവിടെ ഏറ്റവും ചെറുത്. അപ്പൊ 2/5 വലുതല്ലേ 3/4? 3/4 ഏറ്റവും വലുതല്ലേ? അപ്പൊ 2/5 വലുതല്ലേ? അപ്പൊ 2/5 വലുതാണ് 3/4. എന്നാ 3/4ഉം 3/5 എടുക്കുമ്പോ 3/4ഉം 3/5 എടുക്കുമ്പോ എന്താ പ്രത്യേകത? 3/5 ആണ് ചെറുത്. ഇത് രണ്ടും എടുക്കുമ്പോ 3/5 ചെറുത്. അപ്പൊ 3/5 എങ്ങനെ എഴുതണം? ഇങ്ങനെ എഴുതണം. അപ്പൊ ഈ രീതിയിൽ എഴുതിയാൽ കറക്റ്റ് ആണ്, ഈ രീതിയിൽ എഴുതിയാൽ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ എഴുതാൻ എളുപ്പമാണ്. എങ്ങനെയാണ്? 2/5ഉം ഈ 3/5ഉം നോക്കി, അപ്പൊ പിന്നീട് നമുക്ക് നോക്കുമ്പോൾ ഇവരെ രണ്ടാളും പറയുമ്പോൾ ഇവരെ ചിഹ്നം നോക്കിയിട്ട് ഇവരെ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ചിഹ്നത്തിൽ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോരാളെയും നമ്മൾ ആദ്യം ഇതും കണ്ടുപിടിച്ചു, ഇതും കണ്ടുപിടിച്ചു, എന്നിട്ട് അതിൽ ഏറ്റവും ചെറുതേത്, ഏറ്റവും വലുതേത് എന്ന് പറയുന്ന രീതിയിൽ നമുക്കിവിടെ ആൻസർ കണ്ടുപിടിക്കാം. കൺഫ്യൂഷൻ ഉണ്ടാകരുത് എന്നുകൂടെ ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇതിന് വേറൊരു എളുപ്പ വഴിയും കൂടിയുണ്ട്. 1/2, 1/3, 2/3. നോക്ക്, ഈ 1/3ഉം 2/3 എടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടുമല്ലോ. അല്ലെങ്കിൽ 1/2ഉം 1/3 എടുക്കാം. 1/2ഉം 1/3ഉം എടുക്കുമ്പോൾ മേലെ ഒരേപോലെ, അപ്പൊ താഴെ ചെറുതുള്ളത് വലുതാണ്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാ? ഇതിന് നമുക്ക് എഴുതാം 1/2 വലുതാണ് 1/3. ഇനി 1/3ഉം 2/3ഉം എടുക്ക്. 1/3ഉം 2/3ഉം എടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താ? താഴെ ഒരേപോലെ, അപ്പൊ മുകളിൽ വലുതുള്ളത് വലുത്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാ? 1/3 വലുതാണ് 2/3. കറക്റ്റ് അല്ലേ? 1/3 വലുതാണ് 2/3. താഴെ ഒരേപോലെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇവരെ പരസ്പരം ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെ എഴുതാം? ഈ മൂന്നും കൂടെ ബന്ധപ്പെടുത്തിയതാ. ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ എഴുതുന്നത് എന്താണ് വരല്? 1/2ഉം 1/3ഉം തമ്മിലുള്ള ബന്ധം 1/2 വലുതാണ്. അപ്പൊ 1/2 വലുതാണ്. 1/3ഉം 2/3ഉം തമ്മിലുള്ള ബന്ധം 2/3 വലുതാണ്. അപ്പൊ ചെറുതാണ്. ഈ ചെറുതാണ്. ഇങ്ങനെ കിട്ടും. 2/3 എന്ന് പറയുമ്പോൾ വലുതായി. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾക്ക് ഇവരെ പരസ്പരം ബന്ധപ്പെടുത്തിയിട്ട് പറയാൻ കഴിയും. ഓക്കെ, ഇതിന് മറ്റൊരു എളുപ്പ വഴി കൂടിയുണ്ട്. അതും കൂടെ ഞാൻ പറയാണ്. നോക്കിക്കോ, 2/3ഉം 1/4ഉം ഏത് വലുത് എന്ന് അറിയണമെങ്കിൽ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ നേരത്തെ ചെയ്ത എന്താ? രണ്ടിനും കോമൺ ആക്കിയിട്ടൊക്കെ ചെയ്തില്ലേ? അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ടീച്ചർ ഒരു എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് പറയാം. ആ എളുപ്പ വഴി ഇങ്ങനെയാണ്. ഇതാ നോക്കിക്കോ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 4ഉം 2ഉം മൾട്ടിപ്ലൈ ഗുണിക്കുക. 8. 3ഉം 1ഉം ഗുണിക്കുക. എത്ര കിട്ടും? 3. ഏതാണ് വലിയ നമ്പർ? 8. 8 3ൽ വലിയ നമ്പർ 8 ആണ്. 8 ആവുമ്പോൾ ഈ ഭാഗത്തുള്ളതാണ് വലുത്. അപ്പൊ നമുക്ക് കണ്ണും ചിമ്മിയിട്ട് ആൻസർ എഴുതാം. ഐഡിയ മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പൊ 3/4 ഉണ്ട്, 2/7 ഉണ്ട്, 3/4, 2/7 എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? നോക്കിയാൽ 7നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. 3 7 20. അത് ഇതിന്റെ മേലെ എഴുതുക. ഇതിനെ കൊണ്ട് ഇതിനെ ഗുണിച്ചിട്ട് ഇതിനെ ഇടുക. ഇതിന്റെ ഭാഗത്താണ് എഴുതേണ്ടത് കേട്ടോ. ഇത് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ മേലെ എഴുതുന്നത്, ഇതിന്റെ മേലെ അല്ല. നോക്കി, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ മേലെ എഴുതുക. 2 4 എത്ര? 8. ഇതേതാ വലുത്? ഇതാണ് വലുത്. ഇത് വലുതായതുകൊണ്ട് ഇതായിരിക്കും വലുത്. അപ്പൊ ആൻസർ 3/4 വലുതാണ് 2/7. ഏതാണോ ഈ കിട്ടുന്നതിൽ വലുത് ആ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, സ്കൂളിൽ സാധാരണ രീതി പറയും. ആ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സാറിനോട് ഈ ഒരു എളുപ്പ വഴിയും കൂടെ നിങ്ങൾക്ക് അങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുത്ത്
ക്ലാസ്സിലെ സ്റ്റാർ ആയിട്ട് മിടുക്കരായിട്ട് മാറാൻ കഴിയും. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. ഒരു പ്രധാന കാര്യം, ഇതിലുള്ള എല്ലാ പ്രോബ്ലങ്ങളും, ഈ ചാപ്റ്ററിലുള്ള എല്ലാ പ്രോബ്ലങ്ങളും അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാത്തിരിക്കുക. ബൈ.